ഓ, ഇവിടെ തന്നെ ഇരിക്കണ്ട. ആ ഇമ്മ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ സമാധാനായില്ലമ്മ. എന്റെ കുട്ടീനെട്ട് ഇടങ്ങറാക്കിയിട്ടേ അതിന്റെ കുഞ്ഞിനാണ്ട് ഇല്ലാതാക്കിയപ്പോഴേ നിങ്ങൾക്ക് സമാധാനായില്ലേ, സന്തോഷായില്ലേ നിങ്ങൾക്ക് മോൾക്കും കൂടി? ഞാൻ അവളെ കൊണ്ടുപോകാണ്ടി വന്നതാണ്. ഇതുപോലത്തെ ഒരു നരകത്തിലേ അവളെ ഞാൻ ഇവിടെ ഇടണില്ല. പട്ടിണിയാണെങ്കിലേ നല്ല അന്തസ്സോടെ ഞാൻ എന്റെ കുട്ടീനെ നോക്കിക്കൊണ്ട്. നിങ്ങൾ മോനൊക്കെ ഒരു ആണാണോ? അല്ല, അറിയാൻ പാടി ഞാനോട് ചോദിക്കാണ്. നിങ്ങൾ പറഞ്ഞ പണ്ടും പൈസയും എല്ലതും തന്നിട്ട് എന്റെ കുട്ടീനെ കെട്ടിച്ചിട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെ ഇടങ്ങറാക്കിയിട്ട് അതിന്റെ പള്ളത്തെ ഒരു ജീവനല്ലേ നിങ്ങൾ എല്ലാരും കൂടി കളഞ്ഞത്. അവളോടെ ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇതിനുള്ള ബാക്കി നിങ്ങൾക്ക് ഞാൻ തരാം. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? നിങ്ങൾ ഈ മോന്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടത്. അത് ഞാൻ എന്താ ചെയ്യാത്തെന്നറിയോ? നിങ്ങളോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ആയാലും തള്ള പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടല്ലപ്പോ ആ കുട്ടിക്ക് ഇങ്ങനെ വന്നത്. പക്ഷെ ഇങ്ങനെ വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എത്ര ആയാലും ആ പള്ളയെ കിടന്ന എന്റെ പേരക്കുട്ടി തന്നെയല്ല. എന്തോരം സഹിച്ചപ്പോ ഞാൻ കുട്ടി വാണ്ടിനീല തോന്നപ്പോ ഒന്നും. ആ ശരിയാ, ഇമ്മ ഷെരീഫാത്താനൊന്ന് കാണട്ടടി. ആ താത്ത അകത്തുണ്ട്. മോളെ, ഇമ്മ എന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോരെ 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 എന്നുള്ളത്. ഇന്നാള് വന്ന് വിളിച്ചതല്ലേ ഉമ്മ. എടി, ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കഴിഞ്ഞൂടെ? ഈ നരകത്തിൽ ഇങ്ങനെ നിക്കണ ജി. മോളെ, ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു മറുപടി പറയിച്ച് ജി വായോ, നമുക്ക് പോവാ. ഇപ്പോഴും എൻ്റെ അമ്മായിമാക്കൊരു കൂസലും ഇല്ല മോളെ. ഒരു കൂസലും ഇല്ലാതെ കൊലായ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ വാ. ഞാൻ വരണില്ലമ്മ, നിങ്ങൾ പോയിക്കോള്. മോളെ, ഇജ്ജ് വരണില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയുമ്പരെ ആട്ടും തുപ്പും കേൾക്കാനാണ് ഇജ്ജ് ഇവിടെ നിൽക്കണത്. ഷെരീഫാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഔപ്പി പെരൻ്റെ ഉള്ളില്. അവള് പോവാൻ ഞാൻ മതിയായിരുന്നു. പഠിച്ചോനെ, ഞാൻ ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കണം. എന്റെ കുട്ടി പോവാൻ ഞാൻ മതിയായിരുന്നു ഇവിടെ. ഇല്ലമ്മ, ഞാൻ ഇവിടുന്ന് ഒടുക്കും വരണില്ല.